മദ്യപിച്ചെത്തി ട്രെയിനുകളിൽ അക്രമം നടത്തുന്ന നിരവധി സംഭവങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും ശ്രീകുട്ടി എന്ന പെൺകുട്ടിയെ മദ്യപൻ ചവിട്ടി താഴെയിട്ടത്. ആ കുട്ടി ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഈ സാഹചര്യത്തിൽ കേരള റെയിൽവേ പോലീസിന്റെ പ്രത്യേക സുരക്ഷാ പരിപാടിയായ ഓപ്പറേഷൻ രക്ഷിത ഇന്നു മുതൽ ആരംഭിച്ചു. റെയിൽവേ സ്റ്റേഷനുകളിലും പരിസരങ്ങളിലും ട്രെയിനുകൾക്കുള്ളിലും ആൽക്കോമീറ്റർ ഉപയോഗിച്ചുള്ള പ്രത്യേക പരിശോധനകൾ നടത്തും. മദ്യപിച്ച് റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലും ട്രെയിനുകളിലും പ്രവേശിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലീസുകാർക്കും സംസ്ഥാന പോലീസ് മേധാവി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റെയിൽവേ പോലീസിന് പുറമെ ആവശ്യമെങ്കിൽ ലോക്കൽ സ്റ്റേഷനുകളിലെ പോലീസുകാരെയും താൽക്കാലികമായി റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് നൽകി സുരക്ഷ കർശനമാക്കാനാണ് നിർദ്ദേശം. ട്രെയിനുകളിൽ പ്രത്യേക പരിശോധന കൂടാതെ പ്ലാറ്റ്ഫോമുകളിലും പരിശോധന കർശനമാക്കി. ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും മദ്യപിച്ച് യാത്ര ചെയ്യുന്നത് കണ്ടെത്തിയാൽ പിടികൂടി നിയമ നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം. യാത്ര മുടങ്ങുമെന്ന് മാത്രമല്ല, കേസെടുക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. ട്രെയിനുകൾക്കുള്ളിൽ മദ്യപിച്ച നിലയിൽ കണ്ടെത്തിയാൽ അടുത്ത സ്റ്റേഷനിൽ ഇറക്കി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് നടപടിയെടുക്കാനാണ് തീരുമാനം. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പല വിധത്തിലുള്ള സുരക്ഷാ നിയമങ്ങൾ റെയിൽവേ നടപ്പിലാക്കിയിട്ടുണ്ട്. 1989 റെയിൽവേ ആക്ടിലെ സെഷൻ 165 പ്രകാരം മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉപയോഗിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് നിരോധിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ആരെങ്കിലും പിടിക്കപ്പെട്ടാൽ ഉടനടി ടിക്കറ്റ് റദ്ദാക്കുകയും കുറ്റം തെളിയിക്കപ്പെട്ടാൽ 6 മാസം വരെ തടവും പിഴയും ലഭിക്കുകയും ചെയ്യും.